ഈ തെരഞ്ഞെടുപ്പിലെ താരപോരാട്ടം നടക്കുന്ന പേരാവൂർ മണ്ഡലത്തിലാണ് ഇലക്ഷൻ ട്രാവലർ ഇപ്പോൾ ഉള്ളത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയും തമ്മിൽ മത്സരം നടക്കുന്ന പേരാവൂർ മണ്ഡലത്തിൽ ഇപ്പം ഞാൻ സണ്ണി ജോസഫിൻ്റെ വീടിലാണ് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഇവിടെ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്ന റോഡ് ഷോ ഉണ്ട്, അതിലേക്ക് അദ്ദേഹം പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അതിനിടയ്ക്ക് നമുക്ക് കുറച്ചൊന്ന് സംസാരിക്കാം അദ്ദേഹത്തോട്. നന്നായി പോകുന്നല്ലേ? അപ്പോൾ സനൂക്കിലെ അവസാനവട്ട പ്രചാരണ പരിപാടികളിൽ നിൽക്കുകയാണ്. എങ്ങനെ തോന്നുന്നു? പേരാവൂർ മണ്ഡലത്തിലെ കാര്യം ആദ്യം ചോദിക്കാം. പേരാവൂര് വളരെ ഭദ്രമാണ്. അതെ, പ്രത്യേകിച്ച് അതേക്കുറിച്ച് വേറെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം അത് കൂടും. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിക്കും. അപ്പോൾ കേരളത്തിന്റെ ഒരു പൊതുസ്ഥിതി നോക്കി കേരളം UDF 100 സീറ്റ് പിടിക്കും. ഈ അവസാന ഘട്ടമായപ്പോൾ വളരെ പെട്ടെന്ന് പതിവില്ലാത്ത വണ്ണം പ്രതിപക്ഷത്തിന് നേരെ ആരോപണങ്ങൾ, പ്രതിപക്ഷത്തിന് നേരെ ചോദ്യങ്ങൾ, അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യം. ബാലിശവും അടിസ്ഥാനരഹിതവും സ്വർണ്ണക്കൊള്ള നടത്തിയവര്, രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചവര്, അവരെ സംരക്ഷിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ CPM നേതാക്കന്മാർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ചാർജ് ഷീറ്റ് വൈകിപ്പിക്കുകയാണ്. അവർക്കെതിരെ പാർട്ടി ഇതുവരെ കമാന്ന രാഷ്ട്രം നടപടി സ്വീകരിച്ചിട്ടില്ല. അവരാണ് ഞങ്ങൾ കൃത്യമായ കണക്ക് പറഞ്ഞ വയനാട് ഫണ്ടിൽ അവരുദ്ദേശിക്കുന്ന എന്താണ്? പുകമറയുണ്ടാക്കി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നുകൂടെ അത് തുറന്നു പറയാൻ ആളുകളുടെ മുമ്പിൽ ഞാൻ തന്നെ ഇവിടെ വെച്ച് വാർത്താ സമ്മേളനം നടത്തി. ഇത്ര എമൗണ്ട് കിട്ടി, ഇത്ര എമൗണ്ട് അത് സ്പെൻഡ് ചെയ്തു, അഡീഷണൽ ആയിട്ട് ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു എന്ന് കൃത്യമായി പറഞ്ഞു. ദാറ്റ് ഈസ് ഓവർ. എനിക്ക് തോന്നുന്നു അത് കുറെ കൂടി സനൂക്കിൽ അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറെ കൂടെ മുമ്പ് എല്ലാ നേതാക്കന്മാരും ഒരേ സ്വഭാവത്തിൽ പറഞ്ഞിരുന്ന ഇത്രയും വിവാദം ഇല്ല. അതൊന്നും അല്ല. അത് കാരണം അതൊരു വിവാദമാക്കേണ്ട വിഷയമില്ല. വിവാദമാക്കിയപ്പോഴാണ് മറുപടി പറഞ്ഞു. അല്ല, പ്രതിപക്ഷ നേതാവ് വീട് പണി തുടങ്ങിയെന്ന് പറഞ്ഞത് അതൊക്കെ ഞാൻ ചോദിക്കട്ടെ. വീട് പണി തുടങ്ങിയപ്പോൾ ഞാൻ പറയൂലേ ചിലപ്പോൾ വീട് പണി തുടങ്ങും. ചിലപ്പോൾ പണിക്കാർ കോൺട്രാക്ട് കൊടുത്തേക്കുന്നല്ലേ. ഈ റോഡ് എൻ്റെ ഈ മുമ്പിലത്തെ റോഡേ MLA ഫണ്ട് വെച്ചിട്ട് ടെൻഡർ കഴിഞ്ഞിട്ട് ഒരു 3 മാസമായി. ഞാൻ കോൺട്രാക്ടർ 2 പ്രാവശ്യം വിളിച്ചു. ഈസ് നോട്ട് ഡൂയിങ്. ആ വർക്ക് എടുക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചാൽ അതിൻ്റെതായ താമസമുണ്ട്. ആ കോൺട്രാക്റ്റിൽ തന്നെ ഉണ്ട് 6 മാസം ഉണ്ടാവും. അപ്പോൾ അതൊന്നും തിരക്ക് പിടിക്കല്ല. നിങ്ങളൊരു കാര്യം ചെയ്താൽ ശബരിമല കള്ളന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഈ അഭ്യാസം കൊണ്ടൊന്നും ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട. അത്രേ ഉള്ളൂ. ഈ പറഞ്ഞത് അവസാന ഘട്ടത്തിൽ ശബരിമല ചർച്ചാ വിഷയമാകും. എല്ലാ ഘട്ടത്തിലും ശബരിമല തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. എല്ലാ ഘട്ടത്തിലും. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ വിഷയം അപ്പൊ ശബരിമലയാണ്. ശബരിമല കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന, എല്ലാ തരത്തിലും കള്ളന്മാരെ സംരക്ഷിക്കുന്ന, തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഗവൺമെന്റിനെതിരെയുള്ള അതിരൂക്ഷമായിട്ടുള്ള ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. മറ്റ് ഈ വികസന പ്രശ്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ ഈ ഒരു കാര്യമല്ലല്ലോ. LDF-ന്റെ ഒരു കാര്യം മാത്രമല്ല ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ, വിലക്കയറ്റമുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, കാർഷിക മേഖലയുടെ അവഗണനയുണ്ട്, വന്യമൃഗശല്യത്തിന് പരിഹാരം ഇല്ലാത്തതുകൊണ്ട് എല്ലാ ഇഷ്യൂസും ഉണ്ട്. ആ ഇഷ്യൂസിന്റെ കൂടെ ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന ഒരു പ്രചരണ വിഷയം ഇതും കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമായി. ഇനി വീണ്ടും അത് ആവർത്തിക്കും. റൈറ്റ്. പക്ഷേ ഇടയ്ക്കൊരു കാര്യം കൂടി, കാരണം കോൺഗ്രസ് ഒരു വിജയത്തോടെടുക്കുന്നു എന്നുള്ള പ്രതീക്ഷയോ ആത്മവിശ്വാസമോ തോന്നുമ്പോഴാണല്ലോ മുഖ്യമന്ത്രിമാരെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവുക. അത് കോൺഗ്രസ് ഒരു ജനാധിപത്യം നിങ്ങൾ ഉണ്ടാക്കുന്ന ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. ആരും പറഞ്ഞോ? ഞാൻ പറഞ്ഞോ? VD സതീശൻ പറഞ്ഞോ? KC വേണുഗോപാൽ പറഞ്ഞോ? രമേശ് ചെന്നിത്തല പറഞ്ഞോ? വേറെ ആരെങ്കിലും പറയുന്നതല്ലേ? അത് ഞങ്ങൾക്ക് കൂടുതൽ സൂട്ടബിൾ ലീഡേഴ്സ് ഉണ്ട്. അല്ല, അതിനെ പോസിറ്റീവായി ഏകാധിപത്യ പാർട്ടി. ഒന്നാമത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ നിങ്ങൾ ചർച്ചയിലൂടെ അവതരിപ്പിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഞങ്ങളാണ് മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുന്ന പാർട്ടി, ഞങ്ങളെ മുന്നണിയാണ് ജയിക്കാൻ പോകുന്നത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ പോസിറ്റീവായി എടുത്താൽ മതി. അതിനെ കുറിച്ച് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യം ഒരു ആശങ്കയില്ല. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഏകദേശം എത്ര സീറ്റിനായിരിക്കും? അതിപ്പോ ഞാൻ കൃത്യം പറയുന്നില്ല. നേരത്തെ ഒന്ന് പറഞ്ഞു 100-നോട് 100 കഴിയാം, 100-അടുത്ത്, അറൗണ്ട് 100. ഇന്നിപ്പോ റോഡ് ഷോയിലേക്ക് പോവുക. ഇന്നിപ്പോ പ്രിയങ്കാജി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പേരാവൂരിലെ പര്യടനമുണ്ട്. 2-3 പര്യടനം രാഹുൽജി, ഖാർഗെജിയുടെ ഒക്കെ പ്രോഗ്രാം കൊണ്ട് സ്വല്പം നീട്ടിപ്പോയി. അതിന്ന് ഇവിടെ ഇപ്പൊ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയാണ് മത്സരരംഗത്തേക്ക് വന്നത് ഈ മണ്ഡലത്തിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പേരാവൂർ മണ്ഡലത്തിലേക്കുണ്ട്. അത് മണ്ഡലത്തിൽ അതുകൊണ്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ സാധാരണ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അല്ല, കാരണം KPCC പ്രസിഡന്റ് അതെ, ഞാൻ എൻ്റെ ഒരു ശൈലി വെച്ചിട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്. അതാ ഞാൻ പറഞ്ഞേ. ഞാൻ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. UDF പ്രവർത്തകരും ജനങ്ങൾക്കും എന്നെ നന്നായിട്ട് അറിയാം. അവരും നേരത്തെ ഹാർഡ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്, ടീം വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവസാന ഘട്ടത്തിലേക്ക് കിടക്കാണ്. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.